കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഇഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ കൈമാറണം എന്നാണ് ആവശ്യം. നേരത്തെ സമാന ആവശ്യം കീഴ്ക്കോടതി തള്ളിയിരുന്നു. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ യഥാർത്ഥ രേഖകൾ തന്നെ കൈമാറണമെന്ന ആവശ്യം? അത് നേരത്തെ കീഴ്ക്കോടതി തള്ളുകയും ചെയ്തതാണ്. അതേ ആവശ്യം മേൽക്കോടതിയിൽ ഉന്നയിക്കാൻ എന്താണ് സാഹചര്യം? തെരഞ്ഞെടുപ്പാണ്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം, ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന്മേൽ തങ്ങളുടെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് രേഖകൾ ആവശ്യമാണ്, അത് പരിശോധിക്കേണ്ടതുണ്ട്. ആ രേഖകളുടെ ഒറിജിനൽ ഇപ്പോഴുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ അതിന്റെ ആധികാരികത ഉറപ്പിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്കടക്കം നൽകാൻ സാധിക്കൂ. ഇതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അറിയിക്കുന്നത്. നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ നൽകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ രേഖകൾ അത്യാവശ്യമാണെന്നും അത് വിട്ടു നൽകാൻ ഇടപെടണം എന്നുമാണ് ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കീഴ്ക്കോടതിയിൽ PMLA കോടതിയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ PMLA കോടതി അത് തള്ളിയിരുന്നു. ഇതിന് ED പറഞ്ഞത് ഇത് ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെ, പ്രത്യേക ഉദ്ദേശത്തോടെ നടത്തുന്ന നീക്കമാണ്, ഇതിന്റെ പകർപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് എന്നടക്കം ED ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് PMLA കോടതി നേരത്തെ ഹർജി തള്ളിയത്. കാത്തിരിക്കാം ഹൈക്കോടതി എന്താണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കുന്നത് എന്ന്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.